ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാങ്ടോക്ക് ഡാർജിലിംഗ് ട്രിപ്പ്. അപ്പോൾ ഈ ട്രിപ്പിൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി സ്കിപ്പടിക്കാതെ കാണാൻ നോക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മനസ്സിലായല്ലോ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ട്രെയിനിൽ നിന്ന് കാണാം. ട്രെയിനിൻ്റെ ഫസ്റ്റ് ഡേ തീരാനായിരിക്കുകയാണ്. അത് സൺസെറ്റായി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറീസയുടെ ക്യാപിറ്റലായ ഭുവനേശ്വർ സ്റ്റേഷനിലാണ്. ഇനി നമ്മൾ ട്രെയിനിൽ കയറാൻ പോകണം. ഇവിടെ 5 മിനിറ്റുള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി നിന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന മഹാനദിയിലാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഹാനദിയുടെ പാലത്തിൽ കൂടെയാണ്. ഇതൊരു വലിയ നദിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഫുള്ള് കാണിക്കുന്നില്ല. കണ്ടില്ലേ, ഇവിടെ ഒന്നും വെള്ളമേ ഇല്ല, ഫുള്ള് വറ്റിക്കിടക്കൊക്കെ. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 റൈസ് കൾട്ടിവേഷൻ ഉള്ള സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ. ഈ വെസ്റ്റ് ബംഗാൾ കൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 2 സൈഡും ഫുള്ള് പാടങ്ങളാണ്. പാടമെന്ന് പറഞ്ഞാൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന പാടങ്ങളാണ്. നമ്മളിപ്പോൾ ന്യൂ ജൽപായ്ഗുരി സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നാണ് നമ്മളിനി ഗാങ്ടോക്കിക്ക് പോകുന്നത്. ഇവിടെയൊക്കെ 4:45 തന്നെ സൂര്യൻ ഉദിക്കും. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് 5 മണിയാകുമ്പോഴാണ്. കണ്ടില്ലേ എത്ര വെളിച്ചുണ്ടെന്ന്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീസ്റ്റ നദിയാണ്. ഇത് ഹിമാലയത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇത് അറിയപ്പെടുന്നത് സിക്കിമിൻ്റെ ജീവരേഖ എന്നാണ്. അതുമാത്രമല്ല, ഇതാണ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഇതാണ് ബക്താൻ വാട്ടർഫാൾസ്. സിക്കിമിലത്തെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇത്. സിക്കിമിലത്തെ ഒരു ഡ്രസ്സാണ് ഇത്. കണ്ടില്ലേ എത്ര മനോഹരമാണിത്. നമ്മള് ഗോൺഗൻ മൊനാസ്ട്രിയിലെത്തിയിട്ട് നമ്മളിപ്പോ കയറാൻ പോവാണ്. ഇതിന്റെ ഉള്ളിൽ ക്യാമറ കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റില്ല ഞാൻ കാണിച്ചിട്ടാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് പറയുന്നത് 10 രൂപയാണ് പെർ പേഴ്സൺ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് വെച്ചാൽ ഫ്രീ ആണ്. അടുത്തതായി നമ്മൾ കാണാൻ പോണത് ദാഷി വ്യൂ പോയിന്റ് ആണ്. ഇതിന് കുറെ സ്റ്റെപ്പ് കയറാണ്ട്. മേലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് നോക്കാം. മേലെ ഇനിയുണ്ട് കുറെ. നമുക്ക് കയറാം. उसकी वजह से हम लोग
आप होटल में पानी पीते हो ना? It's behind this cloud, but not easy. It's a North Sikkim area. North Sikkim. ഓർഗാനിക് ഗാർഡനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോ ഗണേഷ് ടോക്കെത്തി. അപ്പൊ ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഓർഗാനിക് വ്യൂ പോയിന്റിലോട്ടാണ്. നമുക്ക് പോവാം. സിക്കിമിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ പ്രയർ ഫ്ലാഗ്സ് കാണാൻ പറ്റും. ഓരോ കളറും ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബ്ലൂ കളർ സ്കൈ, വൈറ്റ് എയർ ഓർ വിൻഡ്, റെഡ് ഫയർ, ഗ്രീൻ വാട്ടർ ആൻഡ് എർത്ത് യെല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത മൊണാസ്ട്രി എത്തി ഗൈസ്. അപ്പോൾ ഈ മൊണാസ്ട്രിന്റെ പേരാണ് എൻചെ മൊണാസ്ട്രി. അതിന്റെ ബാക്കി വിശേഷം ബ്രൈറ്റ് ആയിട്ടാണ് ഉണ്ടാകാറ്. കണ്ടില്ലേ? ഇത് പക്ഷെ പറക്കാനൊന്നും പറ്റില്ല. അത് ഇൻസ്ട്രക്ഷൻസിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗാങ്ടോക്ക് സിറ്റി ഫുള്ള് കാണാൻ പോവാ.
പോവാണ്. എങ്ങനെയാണെന്നല്ലേ, അത് നമ്മൾ റോപ്പ് വേയിൽ കൂടെയാണ് കാണാൻ പോകുന്നത്. അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവിടെ ഫുള്ള് വെയിറ്റിംഗ് ആണ്, നല്ല ക്യൂ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്. നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് അവിടുന്ന് പറ്റിയാത്ത വീഡിയോ എടുക്കാം. ഹലോ നമ്മളിപ്പോ ഉള്ളത് NJ മാർഗിലാണ്. ഇവിടെ കുറേ ചുറ്റും ഫുള്ള് കടകളാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത നൈറ്റ് വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ നൈറ്റ് വ്യൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.